അതാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന അടിപൊളി. ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ബൊഗൈൻവില്ലയിലൊക്കെ ഇതുപോലെ ഇല കാണാതെ നിറയെ പൂക്കൾ ഉണ്ടാവണ്ടേ. ബൊഗൈൻവില്ല അഥവാ കടലാസ് ചെടി വളർത്തുന്ന എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് ഇല കാണാതെ നിറയെ പൂക്കൾ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്തു തുടങ്ങാം. ഒരു ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് ബൊഗൈൻവില്ലേൻ്റെ സീസൺ കേട്ടോ. പൂക്കൾ ഉണ്ടാവുക, നന്നായിട്ട് ഫ്ലവർ ചെയ്യാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. മഴയല്ലേ, ഇന്നലെ മിനിയാന്നൊക്കെ നല്ല മഴയാണ്. അതുകൊണ്ട് കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. ബാക്കി നിൽക്കണ പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത്. ഈ സീസണിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്രൂൺ ചെയ്യലാണ്. അപ്പോൾ പ്രൂൺ ചെയ്യാന്ന് പറയുമ്പം ഹാർഡ് പ്രൂണിങ് ഉണ്ട്, സോഫ്റ്റ് പ്രൂണിങ് ഉണ്ട്. ഏത് ഷേപ്പിൽ വേണം, ഏത് സൈസിൽ വേണം, അതിനനുസരിച്ച് നമുക്ക് ബൊഗൈൻവില്ല ചെടികളെ പ്രൂൺ ചെയ്ത് നിർത്താം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചെടി ഇപ്പോൾ എൻ്റെ ഈ ഒരു ഹൈറ്റ് വരെ ഉണ്ട്. അപ്പം അത് ആ ഒരു സൈസ് വരെ ഞാൻ പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തിയതാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഈ ചെടിയൊന്നും ഞാൻ പ്രൂൺ ചെയ്യാറേ ഇല്ല. അഥവാ എനിക്ക് കുറച്ച് വളർന്ന് വരുന്നുണ്ടെന്ന് തോന്നിയാൽ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ടൊന്ന് നുള്ളിക്കളയാൻ മാത്രമുള്ള ഒരു പ്രൂണിങ് ഇതിന് ഞാൻ നടത്തലുള്ളൂ. ഇനി ഈ ബൊഗൈൻവില്ലനെ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഈ ചെടിയേക്കാൾ കുറച്ചും കൂടെ ഹൈറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ കമ്പുകളൊക്കെ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. ചില ചെടികൾ നമുക്ക് ഹാർഡ് പ്രൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. நிறைய കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്നുണ്ട്. ഇലകളൊക്കെ കൊഴിഞ്ഞു പോയതാണ്. പിന്നെ ബൊഗൈൻവില്ല ചെടികൾ ഞാൻ ഡെയിലി നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ ചെടികൾക്ക് ഡെയിലി നനച്ചു കൊടുക്കണം. ഈ സമയത്ത് ഇപ്പോൾ മഴ ഇല്ലാതെ കുറേ ദിവസം നിന്നാൽ നനച്ചു കൊടുക്കും. ഇപ്പോൾ 2-3 ദിവസമായി നനച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണോണ്ട്. അല്ലാതെ ഇതിൻ്റെ സീസണിൽ നല്ല വെയിലായിരിക്കുമല്ലോ, ആ സമയത്ത് ഞാൻ ഡെയിലി നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഡെയിലി നനച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ചെടികൾ ഇപ്പം ഞാൻ കാണിച്ചുതരാം. ആ ഭാഗത്തൊക്കെ ചില ചെടികളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. അങ്ങനെ വാടി പോകുമ്പം നമ്മളെ പൂക്കളും കൂടെ കൊഴിഞ്ഞു പോവുക ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി നനച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് പ്രൂൺ ചെയ്യാം. കട്ട് ചെയ്തെടുക്കുന്ന കമ്പുകളെ നമുക്ക് കുത്തി പിടിപ്പിക്കാം. പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കട്ടെ. ആ സമയത്താണ് നമുക്ക് കമ്പുകൾ കുത്തിപ്പിടിപ്പിക്കാൻ ഏറ്റവും നല്ലത്. ഈ കട്ട് ചെയ്തെടുത്ത കമ്പുകളൊക്കെ നമുക്ക് കുത്തി പിടിപ്പിച്ചെടുക്കാം. കുത്തി പിടിപ്പിക്കുമ്പോൾ എപ്പോഴും വലിയ മൂത്ത കമ്പുകളെക്കാട്ടും ചെറിയ കമ്പുകളാണ് നല്ലത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബൊഗൈൻവില്ല നമുക്ക് ഏത് സൈസിലും ഷേപ്പിലും ഒക്കെ പ്രൂൺ ചെയ്ത് നിർത്താം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. ഇപ്പം ഈ റംബുട്ടാൻ്റെ ചെടി ഇതിൻ്റെ മേലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം ഇനി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓവറായിട്ട് വളരുന്ന കമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നിന്ന് മാറി വരുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്കത് കട്ട് ചെയ്ത് നിർത്തി കൊടുക്കാം. ചട്ടിയിൽ കുറ്റിയായിട്ട് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് നിർത്താം. അതാ ഇതിലൊക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞ് പോയിട്ട് ഇതിലൊക്കെ നിറയെ ഇനി ഫ്ലവർ വരും. ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബൊഗൈൻവില്ല ചെടി ഞാൻ കുറച്ച് മുന്നേ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ നിറയെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്യാണ് കേട്ടോ. കാരണം ഇതിൽ ഇനിയിപ്പോൾ ഈ സീസൺ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വളർന്നു പോകും. അപ്പോൾ ഇത് ഈ ഒരു കുറ്റിയായിട്ട് നിറയെ ഫ്ലവറായി നിന്നോട്ടെ. അപ്പോൾ നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. ബഞ്ചായിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന അടിപൊളി ബൊഗൈൻവില്ലയാണ്. ഇതൊന്ന് ഞാൻ നല്ല കുറ്റിയാക്കി ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ കേട്ടോ.
ഇതിപ്പോൾ സീസൺ അല്ലെങ്കിലും നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ടാണ് നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നത്. ബോഗൻവില്ലയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പല വീഡിയോയിലും പറയണതാണ്, നമ്മൾ വളം കൊടുക്കുന്നതിലും പ്രൂൺ ചെയ്യുന്നതിലൊന്നുമല്ല കാര്യം. പ്രൂൺ ചെയ്തിട്ട് അത് നല്ല ഷേപ്പിലൊക്കെ വളരണമെങ്കിലും കൂടുതൽ ഇങ്ങനെ ഇതാ വള്ളി പോലെ ആയി വളരാതിരിക്കണമെങ്കിലൊക്കെ നല്ല വെയിൽ തന്നെ വേണം കേട്ടോ. വെയിലാണ് ഏറ്റവും ആവശ്യമായ കാര്യം. വെയിലില്ലെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ അതങ്ങനെ വളർന്ന് വരും. പിന്നെ നമ്മൾ ചട്ടിയിലാണ് വെക്കണതെങ്കിലും ഈ ഡ്രെയിനേജ് ഹോളിൽ കൂടെ റൂട്ട്സൊക്കെ പുറത്ത് വളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മണ്ണിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ബൊഗൻവില്ല വളരും. അങ്ങനെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ വളമൊന്നും കൊട്ടിയില്ലെങ്കിലും റോഡ് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ബൊഗൻവില്ല അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. അതിനാവശ്യമുള്ള വളമൊക്കെ അത് മണ്ണിൽ നിന്ന് വലിച്ചെടുത്തോളും. പിന്നെ നല്ല വെയിൽ കിട്ടുകയാണല്ലോ അവിടെ, അപ്പോൾ അത് സൂപ്പറായിട്ട് ഒരു ഇല പോലും കാണാതെ നല്ല ഭംഗിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കും. പിന്നെ ഞാൻ റീപോർട്ട് ചെയ്യണ പരിപാടിയൊന്നുമില്ല കേട്ടോ. ബോഗൻവില്ല വാങ്ങുമ്പോൾ വെക്കണ ആ പോട്ട് തന്നെയാണ്. നമ്മളെ ബോഗൻവില്ലൊക്കെ 20 വർഷം 10 വർഷം 5 വർഷം അങ്ങനെ ആയ ചെടികളാണ് ഉള്ളത്. ഈ ചെടിയൊക്കെ ഇതുപോലെ ഞാനിങ്ങനെ നുള്ളി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലവറൊക്കെ ഉണങ്ങിയതാണ്, ഇതൊക്കെ നുള്ളി കൊടുക്കാം. പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പോട്ട്സൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇതൊക്കെ നല്ല ഇളക്കുള്ള മണ്ണ് തന്നെയാണ്. അപ്പം ഇതാ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക, ഒരു ഫോർക്ക് പോലത്തെ ഒരു സംഭവം വളച്ചു കൊടുത്തതാണ് ഞാൻ. മറ്റേ ഈ വലിയ ആ ഒരു മാന്തി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിട്ടാകുമ്പോൾ ഈ ചട്ടിയിലൊരു സുഖം ഉണ്ടാവില്ല ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുക. അപ്പം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കൊടുക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി പോവും, അതുകൊണ്ടാണ് വല്ലാതെ കളകളൊന്നും ഇല്ലാത്ത കേട്ടാ. മഴ ആവുമ്പോൾ നിറയെ ചട്ടിയിലൊക്കെ നിറയെ പുല്ല് മുളച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീനാക്കി കൊടുക്കലുണ്ട്. അല്ല, ഈ മണ്ണ് ഞാനൊന്ന് കോരി ഇവിടെ താഴെ വെക്കണം. അപ്പോൾ ബോഗൻവില്ല നമ്മൾ പ്രൂൺ ചെയ്ത് അതിൻ്റെ പോട്ട്സ് തടൊക്കെ നല്ല വൃത്തിയാക്കി കൊടുത്ത് ഇനി കുറച്ച് വളങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലുപൊടി, ഇത് 2 കിലോ എല്ലുപൊടി ഉണ്ട്, ഒരു 1/4 കിലോ ചാണകപ്പൊടിയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് കുറേശ്ശെ ബൊഗൻവില്ലൻ്റെ തടത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെടീൻ്റെ പോട്ടിൻ്റെ സൈസിനനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പോട്ടിൽ ഇട്ട് കൊടുത്തത് കണ്ടല്ലോ, ഈ ഒരു ഇതിൽ ഒരു കോരി നിറച്ചിട്ട് പിന്നെ ഒരു 1/4 ഭാഗം കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ ബോഗൻവില്ല മഴക്കാലത്ത് മാറ്റി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു, മാറ്റി വെക്കലില്ല. പിന്നെ ആ സമയത്ത് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കണ്ട. ബോഗൻവില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റാണ്, വലിയ കെയറിങ് ഒന്നുമില്ല. ഈ ഫ്ലവറിങ്ങിൻ്റെ സീസണിൽ നമ്മൾ കുറച്ച് വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതി, എന്നാൽ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഒരു 5-8 മണിക്കൂർ വെയിൽ കിട്ടണോടത്ത്, ഒരു 6-8 മണിക്കൂർ വെയിൽ നന്നായിട്ട് കിട്ടണോടത്ത് വെക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത വെള്ളവും ആ മണ്ണും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ നേരത്തെ കോരി മാറ്റിയ മണ്ണ് വേണമെങ്കിൽ അതും കൂടെ കുറച്ച് മിക്സാക്കി എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതിലുള്ള മണ്ണും പിന്നെ വളവും ഒക്കെ കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. നമ്മൾ സോയിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പം അതിൻ്റെ കൂടെ ഡെഡായി കിടക്കുന്ന റൂട്ട്സൊക്കെ പോരും.
അപ്പോൾ നമ്മൾ ആ മണ്ണും റൂട്ട്സൊക്കെ കൂടെ കോരി മാറ്റിയിട്ടാണ് വളങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ വളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം. ഞാനിപ്പോൾ നനച്ചു കൊടുക്കാത്തത് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്തിട്ടില്ലെങ്കിൽ രാവിലെ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 2 പിടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം കൂടെ മിക്സാക്കി കൊടുക്കുക. കളകളൊക്കെ പറിച്ചിട്ട് കൊടുക്കുക. കടലാസ് പൂവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൂവ് ഏതാണെന്നറിയോ? നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ കളർഫുള്ളായി നിൽക്കുന്നതല്ലേ, അത് ഇതിൻ്റെ മോഡിഫൈഡ് ലീവ്സാണ്. ഇതിന് ബ്രാക്സ് എന്നാണ് പറയുക. ബട്ടർഫ്ലൈസിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് നിൽക്കുക. ഈ ഉള്ളിൽ കാണുന്ന ഈ കുഞ്ഞ് വൈറ്റ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. ബട്ടർഫ്ലൈസൊക്കെ വന്നിട്ട് തേൻ കുടിക്കൽ ഈ കുഞ്ഞ് ഫ്ലവറിൽ നിന്നാണ്. ഇനി നമുക്ക് ഒരു ചെടി റീപോർട്ട് ചെയ്യാനുണ്ട്. എൻ്റെ ചട്ടി പൊട്ടുമ്പോഴൊക്കെയാണ് കേട്ടോ ഞാൻ റീപോർട്ട് ചെയ്യുക. ഇതുണ്ട്, തെങ്ങിൽ നിന്ന് തേങ്ങ ഇടുന്ന സമയത്ത് വീണിട്ട് പൊട്ടിപ്പോയതാണ് ചട്ടി. അപ്പോൾ ഇതൊന്ന് റീപോർട്ട് ചെയ്യാം. ഇതിൽ കുറച്ച് മണ്ണും റൂട്ട്സൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കളയാം. അതുപോലെ നല്ല ഇളക്കുള്ള മണ്ണ് വേണം കേട്ടോ. അതിൽ കുറേ ചട്ടിൻ്റെ പൊട്ടൊക്കെ ഉണ്ട്. അടിയിൽ ഇട്ട് കൊടുത്താന്ന് തോന്നുന്നു, ഓർമ്മയില്ല. മുറ്റത്തുനിന്നാണ് റീപോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് മണ്ണ് എടുക്കുന്നത്. ഇതിൽ ചുവന്ന മണ്ണും മണലും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. ഇതൊരു പഴയ ചട്ടിയാണ് കേട്ടോ. അതിൻ്റെ വക്കൊക്കെ പൊട്ടിക്കണ്. എന്നാലും തൽക്കാലം ഇപ്പോൾ അതിൽ വെച്ച് കൊടുക്കുക, വേറെ പോട്ടൊന്നുമില്ല. ഈ സമയത്ത് ഈ പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്ത് ഒതുക്കി നിർത്തണമെങ്കിൽ നിർത്താം. പക്ഷേ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യണില്ല. എനിക്ക് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഹൈറ്റിൽ തന്നെ വേണം. ഞാൻ ഒരേപോലെ ഒരേ ഹൈറ്റിൽ ആയിട്ടാണ് ഇങ്ങനെ ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2-3 ലെവലിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ചെടികൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പ്രൂൺ ചെയ്തതും വളം കൊടുത്തതും. ബാക്കിയുള്ളത് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പ്രൂൺ ചെയ്യും, വളം കൊടുക്കുകയും ചെയ്യും. പിന്നെ ചില ബോഗൻവില്ലകൾ എത്ര വെയിലത്താണെങ്കിൽ പോലും നമ്മൾ എത്ര കട്ട് ചെയ്താലും വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാൽ അതിൻ്റെ വളർച്ച ഇങ്ങനെ സ്റ്റെക്കായിട്ട് പിന്നെ നല്ല ഭംഗിയായിട്ട് വളർന്നോളും. ഇതിലിപ്പോൾ ഞാൻ വളം കൊടുക്കണില്ല. കുറച്ചൊരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ റൂട്ട്സൊക്കെ ഒന്ന് ഇളകിയതല്ല, അപ്പോൾ ഒന്ന് സെറ്റായി വരട്ടെ, എന്നിട്ട് അതിന് വളം കൊടുക്കാം. അപ്പം നമ്മൾ ബോഗൻവില്ല പ്രൂൺ ചെയ്തു. അത് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് കുറച്ച് വളങ്ങൾ കൊടുത്ത്, ഇനി നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ സീസൺ വരുമ്പം ഒരു ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് കുറേ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.